അപ്പോൾ നമ്മൾ അന്ന് പഠിക്കാൻ പോകുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ ബൈ ചാൾസ് ഡിക്കോസ്റ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഓതറിനെ ഒന്ന് പരിചയപ്പെടാം. Charles de Coster, the father of Belgian literature, was born in Munich. His masterpiece is The Legend of Tyle Eulenspiegel and Lame Godsack, 1867, a 16th century romance which was barely read in Belgium because it did not meet up to the conventional standards of Belgian nationalism. But it gained popularity all over the world. It is considered as one of the classics in Belgian literature. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഏത് ചാൾസ് ഡി കോസ്റ്റർ ഈസ് കൺസിഡർ ആസ് എ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ. ബെൽജിയൻ ലിറ്ററേച്ചറിൻ്റെ ഫാദറായിട്ടാണ് നമ്മൾ ചാൾസ് ഡി കോസ്റ്ററിനെ കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ദ ലെജൻഡ് ഓഫ് ടൈൽ ഉലൻസ്പിഗൽ ആൻഡ് ലാമെ ഗോഡ്സാക്ക് ആണ്. അതാണ് അതിൻ്റെ പേര്, ദ ലെജൻഡ് ഓഫ് ടൈൽ ഉലൻസ്പിഗൽ ആൻഡ് ലാമെ ഗോഡ്സാക്ക്. ഇത് ഇറങ്ങിയ വർഷം 1867. which was barely read in Belgium because it did not meet up to the conventional standards of Belgian nationalism. അല്ലെങ്കിൽ ബെൽജിയത്തിൻ്റെ നാഷണലിസം അല്ലെങ്കിൽ ബെൽജിയം എന്ന ദേശത്തുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകാത്തത് കൊണ്ട് ബെൽജിയത്തിൽ അത് അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. അത് വേർലി അല്ലെങ്കിൽ റെയർലി മാത്രമേ അത് ഇൻഫ്ലുവൻസ് ചെയ്തോളൂ. പക്ഷേ ഇത് ബാക്കിയുള്ള ഭാഗത്ത്, അതായത് ലോകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത്, ബെൽജിയം കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്ത് വളരെ വലിയ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റിയ വർക്കാണ് ചാൾസ് ഡി കോസ്റ്ററിൻ്റെ ദ ലെജൻഡ് ഓഫ് ടൈൽ ഉലൻസ്പിഗൽ ആൻഡ് ലാമെ ഗോഡ്സാക്ക്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ക്ലാസിക്സ് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ. ഇത് ബെൽജിയൻ ലിറ്ററേച്ചർ തന്നെ ഒരു ക്ലാസിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് പാഠത്തിലോട്ട് പോകാം. ഫസ്റ്റ് പാരഗ്രാഫ്. ടൈൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാൻഡറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കഥാപാത്രത്തെ കാണാൻ പറ്റും, ടൈൽ. ടൈലാണ് ഈ കഥയിലെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം. ടൈൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാൻഡറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട്, അതായത് വാൻഡറിങ്സ് എന്ന് വെച്ചാൽ ചുറ്റി നടക്കുക എന്നാണ് അർത്ഥം. അപ്പം എവിടെ നിന്ന് എവിടേക്കാണ് ടൈൽ ചുറ്റി നടക്കുക? കോർട്ട് ടു കോർട്ട്. കോർട്ട് എന്ന് വെച്ചാൽ കൊട്ടാരം, കൊട്ടാരത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കാണ് ടൈൽ ചുറ്റി നടക്കുക. ഇപ്പോഴത്തെ എവിടെയെന്ന് വെച്ചാൽ ഇൻ ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പോകുന്നത് ബാറ്റൻബർഗ് എന്ന സ്ഥലത്തെ ആർച്ച് ഡ്യൂക്ക് എന്ന് വെച്ചാൽ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. ഓൺ ഹിസ് ഡോങ്കി, അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്താണ് പോകുന്നത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ്, വസ്ത്രങ്ങളും അതുപോലെ തന്നെ അപ്പിയറൻസ് എന്ന് വെച്ചാൽ രൂപഭാവങ്ങളും അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. അട്രാക്റ്റഡ് എന്ന് വെച്ചാൽ ആകർഷിച്ചു, എവറി വൺസ് അറ്റൻഷൻ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. എന്ത്? അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സും അതുപോലെ തന്നെ അപ്പിയറൻസും. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. ഹിസ് ക്യാപ്പ്, അദ്ദേഹത്തിൻ്റെ തൊപ്പി, അദ്ദേഹം തലയിൽ വളരെ സ്മാർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ തൊപ്പിയിൽ എന്തുണ്ടായിരുന്നു? 3 ബ്രൈറ്റ് ഫെദേഴ്സ്. ദാറ്റ് മീൻസ് 3 മനോഹരമായ ഫെദേഴ്സ് ഉണ്ടായിരുന്നു. ഫെദേഴ്സ് എന്ന് വെച്ചാൽ തൂവലുകൾ. അതിങ്ങനെ ബ്രീസ് അടിക്കും. ബ്രീസ് എന്ന് വെച്ചാൽ കാറ്റ് വന്ന് കൊള്ളുമ്പോൾ, ഈ കഴുതപ്പുറത്ത് പോകുമ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ആ ഫെദേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ടാണ് കാഴ്ചക്കാർക്ക് തോന്നുന്നത്. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey. We don't allow any loafers here. You and your donkey already looks like skeletons." അപ്പോൾ അദ്ദേഹം നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി, മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തി. മെയിൻ എൻട്രൻസ് എന്ന് വെച്ചാൽ പ്രധാന കവാടം, അവിടെ ഫ്രണ്ടിലെത്തി. അവിടെ വെച്ച് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്ന് വെച്ചാൽ, ഗാർഡ്സ് എന്ന് വെച്ചാൽ കാവൽക്കാരുടെ ക്യാപ്റ്റൻ, കാവൽക്കാരുടെ നേതാവ് അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. ലോഫേഴ്സ് എന്ന് വെച്ചാൽ ഈ അലഞ്ഞു നടക്കുന്നവർ എന്നൊക്കെ അർത്ഥം വരുന്നവരാണ്. അപ്പം ഈ അലഞ്ഞു നടക്കുന്നവരെയൊന്നും ഞങ്ങൾ അകത്തേക്ക് കടത്തി വിടാറില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലറ്റൻസ്. നീയും നിൻ്റെ ഡോങ്കിയും ഇപ്പോൾ തന്നെ അസ്ഥികൂടം കണക്ക്, മീൻസ് അവരുടെ ഫിസിക്കാണ് പറയുന്നത്, അത്രയ്ക്കും മെലിഞ്ഞാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കയറ്റി വിടാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അതായത് ടൈൽ കൊട്ടാരത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ മുന്നിലാണ്. അവിടെ വെച്ച് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് മെയിൻ എൻട്രൻസ് വെച്ച് തടയുന്നുണ്ട്. എന്നിട്ട് ലോഫേഴ്സിന്, അതായത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരെയൊന്നും അകത്തേക്ക് കടത്തി വിടില്ല എന്ന് ആണ് ടൈലിൻ്റെ അടുത്ത് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ, വെൽ ബിൽറ്റ്, റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. അപ്പം നമ്മുടെ ക്യാപ്റ്റനെ ഡിസ്ക്രൈബ് ചെയ്യണം. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്ന് വെച്ചാൽ ഏകദേശം 25 വയസ്സ് പ്രായം വരുന്ന നല്ല ടോളായ, വെൽ ബിൽറ്റായ, റെഡ് ഹെയർഡ് മാനാണ്. അതായത് നല്ല ഉയരമുള്ള, നല്ല ബോഡിയുള്ള, അതുപോലെ തന്നെ റെഡ് ഹെയർഡ് മാൻ, ചുവന്ന മുടിയുള്ള ഒരു മനുഷ്യനാണ്. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. അപ്പോൾ
ക്യാപ്റ്റൻ ഒരു ഗോൾഡ് ഒക്കെ വെച്ച ഒരു യൂണിഫോം, മീൻസ് അവരുടെ ആ ഗാർഡ്സിൻ്റെ യൂണിഫോം ധരിച്ചാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല ഈ ടൈല് അദ്ദേഹത്തെ ഒരു അത്ര അനിഷ്ടത്തോടു കൂടി, മീൻസ് ഇവരെ നേരത്തെ കളിയാക്കിയത് കൊണ്ട് തന്നെ ഒരു അനിഷ്ടത്തോടു കൂടി നോക്കിയിട്ട് ആ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങുന്നു. ഹി ബോഡ് ലോ ആൻഡ് സെറ്റ്, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലറ്റൺ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഐ ആം വെരി ഹംഗ്രി. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ് ടു. അപ്പോൾ അദ്ദേഹം നേരത്തെ കളിയാക്കാനുള്ള മറുപടി കൊടുക്കുക. ആദ്യം തന്നെ നമസ്കാരം പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറയുന്നു, മേ ഗോഡ് ബ്ലസ് യു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ സ്കെലറ്റൺ, ഞാൻ അസ്ഥികൂടം കണക്ക് ഇരിക്കുന്നെങ്കിൽ അതെൻ്റെ തെറ്റല്ല, കാരണം ഐ ആം വെരി ഹംഗ്രി, ഞാൻ വളരെ ഹംഗ്രിയാണ്, ഞാൻ വളരെ വിശന്നിരിക്കുകയാണ്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ് ടു. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, പക്ഷേ ഞാൻ വരേണ്ടി വന്നതാണ്, എനിക്ക് വരേണ്ടി വന്നതാണ്. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ഗോൾഡ് കോട്ട് ഫ്രം ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്, I will go and hang myself by the teeth on that last leg of mutton that I see hanging in the butcher's shop. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ യൂണിഫോം, ആ ക്യാപ്റ്റൻ ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം ആണെന്ന് നമ്മൾ പറഞ്ഞത്, ആ യൂണിഫോമിൽ നിന്ന് ഒരു കഷ്ണം ഗോൾഡ് തന്നിരുന്നുവെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് കണ്ട ബുച്ചേഴ്സ് എന്ന് വെച്ചാൽ കശാപ്പുകാരൻ്റെ കടയിൽ നിന്നുള്ള മട്ടൻ്റെ കാലിൽ തൂങ്ങിക്കിടന്നേനെ, എന്ന് വെച്ചാൽ അയാൾ അവിടെ വിശപ്പ് മാറ്റിയേനെ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ വിശപ്പ് മാറ്റാൻ ആരും തയ്യാറല്ല, കളിയാക്കാൻ മാത്രമാണ് ക്യാപ്റ്റൻ തയ്യാറായത്. The captain was playing a game of chess with another officer. He looked curiously at Lyle. അപ്പം ക്യാപ്റ്റൻ ഈ സമയത്ത് എന്താ ചെയ്യുക, വേറെ ഒരു ഓഫീസറുമായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുക. ഈ മറുപടി കേട്ടപ്പം ക്യാപ്റ്റൻ ഒന്ന് ക്യൂരിയസ് ആയിട്ട് ഒന്ന് ആകാംക്ഷയോട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വേർ ഡു യു കം ഫ്രം? ഹി ആസ്ക്ഡ്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഫ്രം ഫ്ലാൻഡേഴ്സ് റിപ്ലൈഡ് ടൈൽ. ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെന്ന് ടൈലും റിപ്ലൈ ചെയ്തു. വാട്ട് ഡു യു വാണ്ട്? I should like to show His Highness the Archduke one of my paintings. I am a painter. ടൈല് പറയുകയാണ് അയാൾ വന്നതിൻ്റെ കാര്യം. അദ്ദേഹത്തിന് ഹിസ് ഹൈനസിന് ഒരു പെയിൻറ്റിങ് കാണിക്കണം, താൻ വരച്ച ഒരു പെയിൻറ്റിങ് കാണിക്കണം. അതുമാത്രമല്ല ഇയാളൊരു പെയിൻറ്ററാണെന്ന് പറയുന്നുണ്ട്. ഹിസ് ഹൈനസ് എന്ന് വെച്ചാൽ ആർച്ച് ഡ്യൂക്കിന് ഒരു പെയിൻറ്റിങ് കാണിക്കണം. ഇയാളൊരു പെയിൻറ്ററാണ്, ഫ്ലാൻഡേഴ്സിലാണ് താമസം. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. ഈ ഫ്ലാൻഡേഴ്സിൽ നിന്നാണെന്നും പെയിൻറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ കുറച്ച് ഇംപ്രസ്ഡ് ആയി. എന്നിട്ട് അകത്തേക്ക് കടന്നു വരാൻ പറഞ്ഞു. ദ ക്യാപ്റ്റൻ നോ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ടൈൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച്ഡ്യൂക്ക്. ഹി സല്യൂട്ടഡ് ദ ആർച്ച്ഡ്യൂക്ക് 3 times and stood before him with his head bowed. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. അതായത് ഇപ്പോൾ ക്യാപ്റ്റൻ അറിയാം യൂറോപ്പിലൊക്കെ ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് തന്നെ ടൈലിനെയും കൊണ്ട് അകത്തേക്ക് പോയ ക്യാപ്റ്റൻ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് ടൈലിനെ എത്തിക്കുന്നു. ആർച്ച് ഡ്യൂക്കിനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ടൈല് 3 പ്രാവശ്യം ആർച്ച് ഡ്യൂക്കിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ആൻഡ് പിന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. എന്തിനാണ്? ഞാനൊരു പെയിൻറ്റിങ് കാണിക്കാനാണ് ഞാൻ എൻ്റെ പെയിൻറ്റിങ് അങ്ങയെ തൃപ്തിപ്പെടുത്തുമെന്ന് വിചാരിച്ചു, അത് തെറ്റാണെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് നമ്മുടെ ടൈല്. ഐ ഹാവ് ബോട്ട് എ പീസ് ഓഫ് അവർ ലേഡി ദ വിർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പേരാണ് അവർ ലേഡി ദ വിർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഞാൻ ഇതെന്താണ് സ്പെഷ്യലായിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിന്? അങ്ങയുടെ ഈ പാദങ്ങളിൽ വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് സ്പെഷ്യലായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ടൈൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. ദെൻ ഹി കണ്ടിന്യൂഡ്, യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ്. If I have dared to hope that this picture will please you, perhaps your highness might wish to offer me the chair of your court painter who died recently. അപ്പോൾ ടൈല് വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശമാണ് ഇനി പറയുന്നത്. അപ്പോൾ ടൈല് പെയിൻറ്റിങ് കൊണ്ട് വന്നത് എന്താണ്? ഈ നമ്മുടെ ആർച്ച് ഡ്യൂക്കിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. എന്തിന്? അവിടുത്തെ കോർട്ടിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ കോർട്ടിലെ പെയിൻറ്റർ നേരത്തെ മരിച്ചു പോയിരുന്നു. ആ പൊസിഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വരച്ച ഒരു സ്പെഷ്യൽ പെയിൻറ്റിങ്ങുമായിട്ട് ടൈല് വന്നത്. ഐ ക്യാൻ സീ ദ എംറ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അതുമാത്രമല്ല ടൈല് പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന എംറ്റി വെൽവെറ്റ് ചെയർ, അതായത് ആ കോട്ട് പെയിൻറ്ററിൻ്റെ ചെയർ അവിടെ ഇപ്പോഴും എംറ്റി ആണ്, അതെനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ടൈല് പറയുന്നു. ദ വിർജിൻസ് വിസ്റ്റർ വാസ് സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് മേഡ് അപ്പ് ടു ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ബോത്ത് ചീക്സ്. He said, I shall be delighted to make you my court painter. അപ്പോൾ ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ ടൈല് വരച്ച പെയിൻറ്റിങ്
വളരെ സ്പ്ലെൻഡിഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര മനോഹരമായിരുന്നു. അതുമാത്രമല്ല ഈ പെയിൻറ്റിങ് ആർച്ച് ഡ്യൂക്കിൻ്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ട് ആർച്ച് ഡ്യൂക്ക് ആ കോട്ട് പെയിൻറ്ററാക്കാൻ ടൈലിനെ കോട്ട് പെയിൻറ്ററാക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത്. He directed him to the chair and made him sit on it. "Well, my dear fellow," he said, you do have a tongue in your head, and you certainly seem to know how to use it. You are a very talkative fellow, aren't you?" അപ്പോൾ അടുത്ത് നമ്മളെ ആർച്ച് ഡ്യൂക്ക് ചോദിക്കുക, എന്താ ആ നമ്മുടെ ടൈലിനെ ആ വെൽവെറ്റ് ചെയറിലോട്ട്, മീൻസ് ആ കോട്ട് പെയിൻറ്ററിൻ്റെ ചെയറിലോട്ട് കൊണ്ടാക്കിയതിന് ശേഷം ആർച്ച് ഡ്യൂക്ക് ചോദിക്കുക, നിങ്ങൾ വളരെ ടോക്കറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ആറൻ്റ് യു അതെന്ന് വെച്ചാൽ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത നമ്മൾ 4ാമത്തെ പാസയിലോട്ട് കിടക്കുകയാണ്. "Your Highness, may please you to remember me and my donkey, Jeff, for just one more minute," Tile replied. "My donkey has been feeding himself fairly all along the way on the thorns in the hedges and the grass on the roadside." അപ്പം ടൈല് പറയുകയാണ്, അങ്ങ് ദയവായിട്ട് എന്നെയും എൻ്റെ ഡോങ്കിയെയും കൺസിഡർ ചെയ്യണം. ഡോങ്കിയുടെ പേരാണ് ജെഫ്. നേരത്തെ ആദ്യം വന്ന ഡോങ്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡോങ്കിയുടെ പേരാണ് ജെഫ്. അപ്പം അവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്യണം. ജെഫ് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഹെഡ്ജസ് നിന്നും ത്രോൺസ് മുള്ളും ചെടികളും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബട്ട് ഐ ഹാവ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷേ ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. Perhaps your highness can even hear it now. I have been feeding myself with dreams of good food and drink at your royal table. ഇപ്പോൾ എൻ്റെ വിശപ്പെന്ന് വരുന്ന സൗണ്ട്, വയറെന്ന് വരുന്ന സൗണ്ട് ചിലപ്പോൾ ഹൈനസിന് വരെ കേൾക്കാൻ പറ്റും, ചിലപ്പോൾ ആർച്ച് ഡ്യൂക്കിന് വരെ കേൾക്കാൻ പറ്റുമെന്നാണ് ടൈല് പറയുന്നത്. അതുമാത്രമല്ല, ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നത് അങ്ങയുടെ റോയൽ ടേബിളിൽ നിന്നും ആഹാരവും ജലവും തരുന്നത്, അല്ലെങ്കിൽ വെള്ളവും തരുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. മീൻസ് അത് അവിടെ ആഹാരം ആവശ്യപ്പെടുകയാണ്. ടൈല് ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് ആഹാരം ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇൻഡയറക്റ്റായിട്ട് ആഹാരം ചോദിക്കുന്നത്. ദാറ്റ്സ് ഓൾ. The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dream to feed on. But where is your donkey?" അപ്പോൾ ടൈലിൻ്റെ അടുത്ത് ആർച്ച് ഡ്യൂക്ക് റിപ്ലൈ കൊടുക്കുകയാണ്, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ സോൾഡായിട്ട്, ഡ്രീമൊന്നുമല്ല, അത്രയ്ക്കും അതിനേക്കാൾ സോൾഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടും. എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഫുഡ് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, ഒരു ചോദ്യം ആർച്ച് ഡ്യൂക്ക് ചോദിക്കുന്നുണ്ട്, വേർ ഈസ് യുവർ ഡോങ്കി, നിങ്ങളുടെ ഡോങ്കി എവിടെയാണ്? "I left him outside, opposite the palace. I shall be more grateful if Jeff is looked after. He needs a little fodder and lodging at night," said Tile. Tile അതിന് മറുപടി പറയാണ്, "I left him outside." ഞാൻ അവനെ പാലസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിർത്തിയിട്ടുണ്ട്. അവിടെ അവൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവന് ഫുഡും ലോഡ്ജിങ്ങും നൈറ്റിലേക്ക് ആവശ്യമായ താമസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൂടുതൽ ഗ്രേറ്റ്ഫുൾ, ഞാൻ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കും എന്ന് ടൈല് പറയുകയാണ്. അതായത് ടൈലിൻ്റെ ഡോങ്കിയെ കൊണ്ട് ടേക്ക് കെയർ ചെയ്യണം എന്നാണ് ടൈല് ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. The Archduke immediately ordered the donkey to be taken care of and added, treat it like one of my own animals. The Archduke എന്ത് ചെയ്യുന്നത്, ഒരു ഓർഡർ പാസ്സാക്കിയത് എന്തെന്ന്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ അനിമൽസ്. അതായത് നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ ഏതെങ്കിലും അനിമൽസിനെ ഉള്ളത് പോലെ അതേ ഫെസിലിറ്റീസ് ടൈലിൻ്റെ ഡോങ്കിക്കും കൊടുക്കണം എന്നാണ് ആർച്ച് ഡ്യൂക്ക് പാസ്സാക്കിയ ഓർഡർ. ബിഫോർ ലോങ് supper was served and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. അപ്പം ഒട്ടും താമസിക്കുന്നതിന് മുമ്പ് തന്നെ സപ്പർ സെർവ് ചെയ്തു, അതായത് അത്താഴം സെർവ് ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്, ഒരു കല്യാണം വരുന്ന കണക്കായിരുന്നു. അത്രയ്ക്കും വിഭവങ്ങൾ ആ സപ്പറിലുണ്ടായിരുന്നു. ദ ടേബിൾ വെർ ലോഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ആ ടേബിൾ നിറച്ച് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. വൈൻ ഫ്ലോ ലൈക്ക് വാട്ടർ. വൈൻ വെള്ളം കണക്കാണ് വന്നത്. മീൻസ് അത്രയ്ക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും എണ്ണ അവസാനം ഇല്ലാത്ത കണക്ക് വൈൻസും ഉണ്ടായിരുന്നു. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ് ദംസെൽഫ് വിത്ത് ചോയ്സ് ഡിഷസ്. അതായത് കോർട്ടിയേഴ്സ്, അവിടുത്തെ ഉള്ള സഭാ അംഗങ്ങൾക്ക് മൊത്തം അവരിഷ്ടപ്പെടുന്ന ചോയ്സ് ചെയ്യുന്ന ഡിഷസും കിട്ടിയിരുന്നു. ദ ആർച്ച് ഡ്യൂക്ക് മേഡ് ടൈൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് എബൌട്ട് ടു ബേസ്റ്റ്. അതായത് സ്റ്റൊമക്ക് വയറ് പൊട്ടിത്തെറിക്കാവുന്നത് വരെ ആർച്ച് ഡ്യൂക്ക് ടൈലിനെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചു. ആർച്ച് ഡ്യൂക്ക് ടു എയർലി ഹിസ് ഫേസ് വാസ് ഫ്ലഷ് വിത്ത് ഡ്രിങ്ക്. അപ്പം ആർച്ച് ഡ്യൂക്കും അതുപോലെ തന്നെ ഹേർഡ്ലി ഒരുപാട് കഴിച്ചു. ആ ഫീസ്റ്റ് അവർ രണ്ടുപേരും നല്ലോണം എൻജോയ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബട്ട് ഹി സീം ലോസ് ഇൻ തോട്ട്. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗലി.
our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. അപ്പം ഇവിടെ ഡെസൻഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ് വരുന്നവരെന്ന് വെച്ചാൽ നമ്മുടെ പിൻതലമുറ എന്നാണ് അർത്ഥം. അപ്പം ഈ കോട്ട് പെയിൻറ്റർ എന്ത് ചെയ്യണം? നമ്മുടെ പോർട്രേറ്റ് ചെയ്യണം. കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്, നമ്മുടെ ചിത്രങ്ങൾ തന്നെ കോട്ട് പെയിൻറ്റർ വരയ്ക്കണം എന്നൊരു ആശയം ആർച്ച് ഡ്യൂക്ക് കൊണ്ടുവരികയാണ്. എന്തിന്? നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് അടുത്ത ഡിസെൻഡൻസിന് പാസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് അവർക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, എന്നൊരു തൃപ്തിക്ക് വേണ്ടി കോട്ട് പെയിൻറ്റർ അവരുടെ എല്ലാം ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ് ആർച്ച് ഡ്യൂക്ക് ടൈലിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. We too have to take our palace in history along with our noble ancestors whose portraits adorn these walls. നമ്മളും നമ്മുടെ ഹിസ്റ്ററി നോബിൾ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച അതേ ഹിസ്റ്ററി, അതേ പാരമ്പര്യത്തോടെ നമ്മൾ നമ്മുടെ ഡിസെൻഡൻസിന് കൊടുക്കണം. അത് എന്താണ്? അവരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ പൊർട്രേറ്റ്സ് എല്ലാം ഭിത്തിയിൽ ഉണ്ട്. അതുപോലെ ഇവരുടെ ഈ ഇപ്പോൾ ജീവിക്കുന്ന ഈ ആർച്ച് ഡ്യൂക്കിൻ്റെയൊക്കെ പൊർട്രേറ്റ്സും വേണം എന്നാണ് ആർച്ച് ഡ്യൂക്ക് ആവശ്യപ്പെടുന്നത്. It is sad to think of death. We do not know when God will think fit to summon us, but our portrait should be painted. അപ്പോൾ ദൈവം എപ്പോഴാണ് നമ്മളെ തിരിച്ച് വിളിക്കണമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മൾ നമ്മുടെ പൊർട്രേറ്റ് അവിടെ എത്തിക്കണം. കാരണം നമ്മുടെ മെമ്മറീസ് പാസ് ചെയ്തിരിക്കണം, അടുത്ത ജനറേഷന് പാസ് ചെയ്തിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നമുക്ക് 6ാമത്തെ പാസേജിലോട്ട് പോവാം. ടൈൽ ക്വിക്ക്ലി റിപ്ലൈഡ്, യുവർ ലോർഡ്ഷിപ്പ് സ്ലൈറ്റസ്റ്റ് വിഷ് ഈസ് ടു മീ കമാൻഡ്. അതായത് ടൈൽ മറുപടി എന്താ? അങ്ങയുടെ ചെറിയ ആഗ്രഹം പോലും എനിക്ക് ആജ്ഞയാണ്, അത് ഞാൻ ചെയ്യാൻ തയ്യാറ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം, സെൻസ്. ആൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ആൾ ബൈ യുവർ സെൽഫ്. ഇറ്റ് ഈസ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. അതായത് ടൈല് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് അങ്ങ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പൊർട്രേറ്റിൽ രാജാവിൻ്റെ പൊർട്രേറ്റ് അല്ലെങ്കിൽ ആർച്ച് ഡ്യൂക്കിൻ്റെ പൊർട്രേറ്റ് വരച്ച് അവിടെ ഇരുത്തിയാൽ ആർച്ച് ഡ്യൂക്കിൻ്റെ ഒപ്പം ആരും കാണത്തില്ലല്ലോ. അതായത് ലോൺലി ആയിട്ട് കാലങ്ങളോളം ഈ ആർച്ച് ഡ്യൂക്ക് ആ ഭിത്തിയിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. മീൻസ് അവർ മരിച്ചു കഴിഞ്ഞാലും ആ പൊർട്രേറ്റ് അവിടെ തന്നെ കാലങ്ങളോളം കാണും. ആ കാലം അത്രയും ആർച്ച് ഡ്യൂക്ക് മാത്രമായിരിക്കും അവിടെ ഇരിക്കുക. അത് ഒരു വിഷമം പിടിക്കുന്ന കാര്യമാണെന്നാണ് ടൈൽ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നത്. ഡോണ്ട് യു think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? ഇപ്പോൾ ടൈല് അവിടെ കൂടിയവരടുത്തെല്ലാം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹിസ് ഹൈനസ് ഒറ്റയ്ക്കിരിക്കുന്നേക്കാളും അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഹെർ ഹൈനസും അതുപോലെ ജനറൽസും ക്യാപ്റ്റൻസും ഈ കോർട്ടിലുള്ള ആൾക്കാരും എല്ലാം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ എന്നാണ് അവിടെ കൂടിയിരിക്കുന്നവരടുത്ത് ടൈല് ചോദിക്കുന്നത്. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such power and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. ഈ കോർട്ടിൽ ഒരുപാട് പേരുണ്ട്. എന്ത്? ഷിവൽറി, ധീരരായ, ലൗലിയായ, സ്പ്ലെൻഡറായ, എന്താ വെച്ചാൽ തേജസ്സുള്ള ഒരുപാട് പേരുണ്ട്. അവരെയെല്ലാം നമുക്ക് പൊർട്രേറ്റ് ചെയ്യണ്ടേ? അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചിത്രത്തിലൂടെ അവർ ലോർഡ് ആൻഡ് ലേഡി എന്ന് വെച്ചാൽ ഹിസ് ഹൈനസിനെയും ഹെർ ഹൈനസിനെയും എങ്ങനെയാക്കുമെന്ന് പറഞ്ഞേക്കണം? ദ മൂൺ സറൗണ്ടഡ് ബൈ ദ ലാൻറ്റേൺസ്. ലാൻറ്റേൺസ് എന്ന് വെച്ചാൽ വിളക്കുകൾ എന്നാണ് അർത്ഥം. വിളക്കുകളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ, അതായത് ചന്ദ്രന് പ്രകാശമുണ്ട്, വിളക്കുകൾക്കും പ്രകാശമുണ്ട്. വിളക്കുകളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ കണക്കാക്കുമെന്നാണ് നമ്മുടെ ടൈല് പറഞ്ഞത്. The Archduke thought that it was good idea. Well, my friend, your painting will be a great piece of art. What reward do you expect for it? അപ്പോൾ ഓക്കെ, ആർച്ച് ഡ്യൂക്കിന് തോന്നി അതൊരു നല്ല ഐഡിയ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ആർച്ച് ഡ്യൂക്ക് റിവാർഡിനെ പറ്റി നമ്മൾ ടൈലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നിൻ്റെ പെയിൻറ്റിങ് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അപ്പോൾ എന്ത് റിവാർഡാണ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ടൈലിൻ്റെ റിപ്ലൈ ആണ് പറയുന്നത്. 100 pieces of gold. You can pay me now or later just as you please. ടൈലിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത് ടൈലിന് 100 pieces of gold, അതായത് സ്വർണത്തിൻ്റെ 100 കഷ്ണം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതെങ്ങനെ പേ ചെയ്യാം? ഒന്നെങ്കിൽ ഇപ്പോൾ പേ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പേ ചെയ്യാം. എപ്പോഴായാലും പേ ചെയ്താൽ മതി, അങ്ങയുടെ ഇഷ്ടം കണക്ക്. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. പക്ഷേ ആർച്ച് ഡ്യൂക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ നിമിഷം തന്നെ ആ പറഞ്ഞ പ്രതിഫലം അഡ്വാൻസ് ആയിട്ട്, കംപ്ലീറ്റ് പ്രതിഫലവും അഡ്വാൻസ് ആയിട്ട് 100 gold coinsഉം 100 gold pieces
അഡ്വാൻസ് ആയിട്ട് ടൈലിനെ ഏൽപ്പിച്ചു. മൈ ലോഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. യു ഹാവ് ഫിൽഡ് മൈ ലാംപ് വിത്ത് ഓയിൽ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. അപ്പം ടൈൽ അതിൻ്റെ നന്ദി സൂചകമായിട്ട് വാക്കുകൾ പറയുക. മൈ ലോഡ്, പ്രഭുവിൻ്റെ അടുത്ത് പറയുകയാണ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. മാസ്റ്റർ അല്ലെങ്കിൽ യജമാനന്മാരിൽ വെച്ച് ഏറ്റവും ജനറസ്, ഏറ്റവും കരുണയുള്ളവൻ അങ്ങാണ്. അങ്ങ് യു ഹാവ് ഫിൽഡ് മൈ ലാംപ് വിത്ത് ഓയിൽ. അങ്ങ് എൻ്റെ ലാമ്പ്, എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രകാശം വളർന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ള മാർഗം തന്നത് അങ്ങാണ്. അതുകൊണ്ട് ഈ വിളക്ക് മീൻസ് ഈ ടൈല് എന്നും അദ്ദേഹം അങ്ങയുടെ ഹോണറിന് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് അതിൽ പറയുന്നത്. ദ നെക്സ്റ്റ് ഡേ ടൈൽ വാസ് ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക് ടു അലോ ഹിം ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹു വേർ ടു ബി പെയിൻറ്റഡ് എലോങ് വിത്ത് ഹിം. അപ്പോൾ ടൈല് ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് പറയുകയാണ്, എന്താണ് ആർച്ച് ഡ്യൂക്കിൻ്റെ അവിടെ പെയിൻറ്റ് ചെയ്യാൻ ഉള്ള എല്ലാവരെയും ടൈലിനൊന്ന് കാണണം എന്ന്. ആരെങ്കിലും കണ്ടാൽ, ആരെയൊക്കെ വരയ്ക്കാനുണ്ടെന്ന് കണ്ടാലല്ലേ ടൈലിനത് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ടൈൽ ചോദിക്കുന്നത്. ദേ കെയിം ഓൺ സോ ഹിം വൺ ബൈ വൺ. ദ ഫസ്റ്റ് കെയിം വാസ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. അപ്പം ഓരോരുത്തരായിട്ട് ടൈലിനെ കാണാൻ വന്നു. ആദ്യം വന്നത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമിയാണ്, അതായത് സേനാനായകൻ, ആർമിയുടെ അല്ലെങ്കിൽ സേനയുടെ നായകൻ. ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൽഡ് മാൻ വിത്ത് എനോമസ് പഞ്ച്. അദ്ദേഹം ഒരു ഷോർട്ടായിരുന്നു, ഫാറ്റായിരുന്നു, മീൻസ് അയാളൊരു പൊക്കം കുറഞ്ഞ് തടിച്ച കഷണ്ടിയുള്ള ഒരാളായിരുന്നു. ഹി വിസ്പേർഡ് ഇൻ ടൈൽസ് ഇയേഴ്സ്. അദ്ദേഹം ചെന്ന് ടൈലിനോട് വിസ്പർ ചെയ്യുന്നത് പതുക്കെ പറയുക. വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ആവശ്യപ്പെട്ടത്. അതായത് നീ എന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഹാൻസം ആയിരിക്കണം, മീൻസ് നീ എന്നെ എനിക്ക് കുറച്ചുകൂടെ സൗന്ദര്യം കൂട്ടി അല്ലെങ്കിൽ എന്നെ സുന്ദരനാക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇഫ് യു ഡോണ്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ് ഐ ഹാവ് യു ഹാങ്ഡ്. അതായത് ക്യാപ്റ്റൻ കുറച്ച് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റൊമക്കൊക്കെ അല്ലെങ്കിൽ വയറൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ക്യാപ്റ്റൻ ആവശ്യപ്പെടുന്നത് എൻ്റെ സ്റ്റൊമക്ക് ഫ്ലാറ്റ് ആയിരിക്കണം, അതായത് എൻ്റെ വയറൊക്കെ കുറച്ച് നീ വരയ്ക്കണം. ഇത് നീ ചെയ്തില്ലെങ്കിൽ ഐ വിൽ ഹാവ് യു ഹാങ്ഡ്, അതായത് നിന്നെ ഞാൻ തൂക്കിലേറ്റും. അതായത് കുറച്ച് ഭീഷണിപ്പെടുത്തണം, ഞാൻ എൻ്റെ ലുക്ക് കുറച്ചുകൂടെ ഹാൻസം ആക്കി വരച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ തൂക്കിലേറ്റും. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. എന്നിട്ടൊക്കെ ഒരു കാര്യം പറയണം, നീ ഓർക്കണം ഞാൻ പണ്ട് ഒരു വലിയ സുന്ദരനായ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന്. അതാണ് 8th പാസേജ്. അടുത്ത് നമുക്ക് 9 പോകാം. ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. ഷീ ഹാഡ് എ ലാർജ് ഹം ഓൺ ഹെർ ബാക്ക്. അടുത്ത് വന്ന ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ് എൽഡർലി ലേഡി. അവർക്ക് അവരുടെ ബാക്കിൽ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. ഹമ്പെന്ന് വെച്ചാൽ ഈ നമ്മൾ എന്തായിരുന്നു മുഴയെന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. സർ പെയിൻറ്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹം ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്. അതായത് അടുത്ത് വന്ന് അവരാവശ്യപ്പെട്ടെന്താ, അവർ കുറച്ച് പ്രായമുണ്ട്, കുറച്ച് സുന്ദരിയാക്കി വരയ്ക്കണം. അതുപോലെ തന്നെ ബാക്കിലെ ഹമ്പ് റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ടോൺ ടു പീസുകളായി വലിച്ചു കയറും, അല്ലെങ്കിൽ നമ്മുടെ ടൈലിന് ഉപദ്രവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എ യങ് ലേഡി ഹു വാസ് ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. ഡച്ചസ് എന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെ വൈഫ്, അതാണ് ഡച്ചസ്. അപ്പം അടുത്ത ഡച്ചസിൻ്റെ കമ്പാനിയൻ, ഡച്ചസിൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ തോഴി എന്നൊക്കെ പറയത്തില്ലേ, അവരായ ഒരു യങ് ലേഡി ആണ് വന്നത്. എന്നിട്ട് അവർ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, ഷീ വാസ് യങ് ആൻഡ് പ്രറ്റി ബട്ട് ഹാസ് ലോസ് 3 ഓഫ് ഹെർ ഫ്രണ്ട് ടീത്ത് ഇൻ ആൻ ആക്സിഡൻറ്റ്. അവർ യങ്ങുമായിരുന്നു, പ്രറ്റിയായിരുന്നു, കാണാനൊക്കെ ഉള്ളായിരുന്നു, യങ്ങുമായിരുന്നു. പക്ഷേ അവർക്ക് ആക്സിഡൻറ്റ് ഫ്രണ്ടിലെ 3 പല്ല് പോയിട്ടുണ്ടായിരുന്നു. ഷീ വാണ്ട് ടൈൽ ദാറ്റ് ഇഫ് ഇൻ ഹെർ പിക്ചർ she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. അപ്പോൾ അടുത്ത് അവർ വന്ന് ഭീഷണിപ്പെടുത്തിയ എന്താ, എൻ്റെ ഫ്രണ്ടിലെ 3 പല്ല് നല്ലോണം പേർലി ടീത്താക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ വരച്ചില്ലെങ്കിൽ ഈ ടൈലിനെ പീസായി കട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. ആരാ കട്ട് ചെയ്യുന്നത്, ഈ യങ് ലേഡിയിൽ ലവർ എന്ന് പറഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ആണ്. ആദ്യം കണ്ട ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. Similar requests and threats continued until he had finished with the last of the courtiers. Then the archduke sent for him and said, ഒരുപാട് റിക്വസ്റ്റ് ത്രെഡ്സും ഒരുപാട് അപേക്ഷകളും ഭീഷണിയൊക്കെ ഈ ടൈലിനെ സഹിക്കേണ്ടി വന്നു. എന്തിനെ, ഈ പൊട്രേറ്റുമായിട്ട് സംബന്ധിച്ച്. അവസാനം നമ്മുടെ ആർച്ച്ഡ്യൂക്കും ടൈലിനെ വിളിച്ചു. മൈ ഡിയർ ഫെലോ, ഐ വാണ്ട് യുവർ പൊട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. യു ആർ ടു പെയിൻറ്റ് ഓൾ മൈ courtiers exactly as we see them. If you leave not a mole, a pimple or even a single
grey hair. I will have you slaughtered like a pig. അപ്പം ടൈലിൻ്റെ അടുത്ത് ആർച്ച് ഡ്യൂക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്ത്, ഇവിടെ എങ്ങനെ നമ്മൾ കാണുന്നോ അതേപോലെ തന്നെ പൊർട്രേറ്റിലും അവരിയ്ക്കണം, ഒരു മാറ്റം ഉണ്ടാകാതെ. എന്ത്, ഒരു ചെറിയ ഒരു ചെറിയ പുള്ളിയോ ഒരു ചെറിയ പിമ്പിളോ ഒരു മോക്കുരുവോ അവനെ സിംഗിൾ ഗ്രേ ഹെയർ, ഒരു ചെറിയ മുടിയുടെ നിറത്തിൻ്റെ വ്യത്യാസം പോലും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഐ വിൽ സ്ലോട്ടർ ലൈക്ക് യു പിക്ക്, ഞാൻ നിന്നെ ഒരു പന്നിയെ കശാപ്പ് ചെയ്യുന്ന കണക്ക് കശാപ്പ് ചെയ്യും. അടുത്ത 10th പാസേജ്. ടൈൽ കൂളി തോട്ട് തിങ്സ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, if I paint this picture, I shall certainly be killed. Either the archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. ഇപ്പം ടൈലിന് ഇപ്പം മനസ്സിലായി, ഡെത്ത് ഈസ് സർട്ടൻ, എന്തായാലും മരണം ഉറപ്പായി. കാരണം ഒന്നെങ്കിൽ അതേപോലെ വരച്ചാൽ എന്തായാലും ഈ കോർട്ടിയേഴ്സ് ടൈലിനെ കൊല്ലും. ആർച്ച് ഡ്യൂക്ക് നല്ല ഒരു കുറച്ച് സൗന്ദര്യം കയറ്റി എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ വരച്ചാൽ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്യും? ടൈലിനെ കൊല്ലും. എന്തായാലും രണ്ടിടത്തു നിന്നാലും മരണം ഉറപ്പാണ്. ഇൻ either case I am to die. What I am to do? Perhaps it is wiser not to paint this picture at all. ടൈൽ അവസാനം ഒരു കൺക്ലൂഷൻ എത്തി. എന്താണ് വയസ്സ്, എന്താണ് ബുദ്ധി? ഈ പെയിൻറ്റിങ് വരയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധി. 11th പാസേജ്. The following day he asked the archduke for the hall where he was to paint the picture. He has shown a large room with bare walls. Tile asked for thick curtains to be hung on the walls. He wanted his painting to be protected from flies and the dust. അപ്പോൾ ടൈല് പിറ്റേന്ന് നിന്ന് തന്നെ ചോദിച്ചു, എവിടെയാണ് ഞാൻ പിക്ചർ വരയ്ക്കേണ്ടത്? എല്ലാവരോടും കൊണ്ടുവന്ന് ഒരു ലാർജ് റൂമിലാക്കി. ലാർജ് റൂം എന്ന് വെച്ചാൽ ഒരു വേറെ മോളുള്ള, അല്ലാതെ ഒന്നും എഴുതിയിട്ടില്ലാത്ത മോളുള്ള ഒരു ലാർജ് റൂം, അവിടെയാണ് പൊർട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പടം വരയ്ക്കേണ്ടത്. ടൈല് ഉടനെ ആവശ്യപ്പെട്ട എന്താ? കർട്ടൻസ് ഇടണം. കർട്ടൻസ് ഇടുന്നത് എന്തിനാ? പൊടിയിൽ നിന്നും ഫ്ലൈസിൽ നിന്നും. ഫ്ലൈസ് എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ പ്രാണികളൊന്നും വന്ന് അവിടെയൊന്നും വന്ന് പറ്റി പിടിക്കാതെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കർട്ടൻസ് ഇടണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആൾസോ ആസ്ക്ഡ് ഫോർ 3 assistants ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ് കളേഴ്സ്. അതുപോലെ തന്നെ ടൈൽ ആവശ്യപ്പെട്ടത് മറ്റൊന്നാണ്, 3 അസിസ്റ്റൻസ്. നമുക്ക് ഇപ്പം വലിയ വലിയ ചിത്രക്കാർക്കൊക്കെ അസിസ്റ്റൻസ് ആണല്ലോ, ഈ ചിത്രം വരയ്ക്കുമ്പോൾ കളർ മഷി എടുത്ത് കൊടുക്കാനൊക്കെ അസിസ്റ്റൻറ്റ് വേണമെന്ന് ടൈലും ആവശ്യപ്പെട്ടു. The archduke gave him at all that he asked for. ആർച്ച്ഡ്യൂക്ക് പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൊർട്രേറ്റ് കാണാൻ. അതുകൊണ്ട് തന്നെ ആർച്ച്ഡ്യൂക്ക് ടൈല് ചോദിച്ച എല്ലാം ഉടനടി തന്നെ നൽകി. For 30 days, Tile and his assistants feasted themselves on the choicest dishes and drank the finest wines. 30 ദിവസത്തേക്ക് ടൈലിൻ്റെ മറ്റേ 3 അസിസ്റ്റൻസും അവരിഷ്ടപ്പെടുന്ന ആഹാരവും കഴിച്ച് ഫൈനസ് വൈൻ, ഏറ്റവും മികച്ച വൈനുകളും കുടിച്ച് അവർ എൻജോയ് ചെയ്ത് നടന്നു. ഓൺ ദ 31st day ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് thrust his nose in through the door and said, "It's time that you finish the painting. I am eager to see it. It is ready." ബട്ട് 31ാം ദിവസം നമ്മുടെ ആർച്ച്ഡ്യൂക്ക് രാവിലെ തന്നെ വന്ന് അതിനകത്തോട്ട് ആ കഥവിൻ്റെ അകത്തോട്ട് തലയെടുത്തിട്ട് ചോദിക്കാൻ തുടങ്ങി, എന്താ പോർട്രേറ്റ് റെഡിയായോ, എനിക്ക് കാണണം. Tile said that the picture was being completed and that he needed some more days to finish it. ടൈൽ പറഞ്ഞെന്താ, പിക്ചർ കംപ്ലീറ്റഡ് ആണ്, പക്ഷേ എനിക്ക് കുറച്ച് ഫിനിഷിങ് ടച്ച് അത് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ ദിവസം വേണമെന്ന് ടൈൽ ആവശ്യപ്പെട്ടത്. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. ആർച്ച്ഡ്യൂക്ക് അതിന് നല്ല മറുപടിയും കൊടുത്തു, എന്താ, ഞാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഏതുവരെ? പൊർട്രേറ്റ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന അത്രയും കാലം വരെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. The delay of a week or two did not matter, he said. ഒരു 1-2 ആഴ്ചയും കൂടെ താമസിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല. Tile and his companions continued their merrymaking for another fortnight. On the 45th day, once again the Archduke poked his nose in through the door. ടൈലും കൂട്ടുകാരും കുറച്ചുകൂടെ ദിവസം ഇങ്ങനെ വീണ്ടും എൻജോയ് ചെയ്ത് നടന്നു. 45ാമത്തെ ദിവസം വീണ്ടും നമ്മുടെ ആർച്ച്ഡ്യൂക്ക് വന്നു. Isn't it time that the picture was completed, he asked. എന്താ സമയമായില്ലേ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ? Tile said that the portrait was being given the finishing touches. He begged for some more time. The Archduke said that his delay did not matter so long as he did an excellent job. ആർച്ച്ഡ്യൂക്ക് വീണ്ടും അതേ മറുപടി തന്നെ പറയണം, ഞാൻ ഡിലേ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എക്സലൻ്റ് ആയ ഒരു വർക്ക് എനിക്ക് വേണം. But he added, you should either complete the picture within 15 days or you should go show me the unfinished picture now. പക്ഷേ
ആർച്ച് ഡ്യൂക്ക് ഇപ്പോൾ വെറുതെ അങ്ങ് പോകാൻ തയ്യാറല്ല. 2 കാര്യങ്ങൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. ഒന്നെങ്കിൽ നീ ഇപ്പോഴെനിക്ക് ഈ ചെയ്തിരിക്കുന്ന വർക്ക് അൺഫിനിഷ്ഡ് വർക്ക് കാണിക്കണം ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ 15 ദിവസത്തിനകത്ത് ഈ വർക്ക് ഫിനിഷ് ചെയ്യണം. Tile promised to complete picture within 15 days, saying that only a few minor details remain to be filled. ടൈല് പറഞ്ഞെന്താ, ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, 15 ദിവസത്തിനകത്ത് ഞാൻ വർക്ക് ചെയ്യാം, കുറച്ച് മൈന്യൂട്ടായ കാര്യങ്ങളിലൂടെ ചെയ്തു തീർക്കാനുണ്ട്, അത് തീർത്ത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിങ് നൗ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ഹി സെഡ്. അതുമാത്രമല്ല, അങ്ങ് ഇപ്പോൾ ഈ പെയിൻറ്റിങ് കണ്ടാൽ അങ്ങ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം ചെറിയ പോരായ്മകളുണ്ട്, അത് ഫിനിഷ് ചെയ്യണം. ഫിനിഷിങ് ടച്ചസ് ചെയ്താലേ അത് കറക്റ്റ് ആവും, പെർഫെക്റ്റ് ആവും. Tile and his companions enjoyed themselves for another fortnight. On the 16th morning, the Archduke forced him way into the room and said, "I must see the picture at once. Where is the picture? Draw the curtains apart." അപ്പോൾ വീണ്ടും 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം വന്ന ആർച്ച് ഡ്യൂക്ക് കതവും തള്ളി അകത്ത് കയറി പറയുകയാണ്, എനിക്ക് പിക്ചർ ഇപ്പോൾ തന്നെ കാണണം, ഡ്രോ ദ കർട്ടൻസ് അപ്പാർട്ട്. അതായത് കർട്ടൻസ് മാറ്റി എനിക്ക് പിക്ചർ ഇപ്പോൾ തന്നെ കാണുമെന്ന് പറയുന്നു. ദ പിക്ചർ ഈസ് റെഡി മൈ ലോഡ്, അനൗൺസ് ടൈൽ. അതിനെന്താ, ആ പിക്ചർ റെഡിയാണ് എന്ന് നമ്മുടെ ടൈലും റിപ്ലൈ കൊടുത്തു. ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ്, വാട്ട്സ് ദ മാറ്റർ, ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ്. അപ്പം എങ്കിൽ പിന്നെ നിങ്ങളെന്താ ആ കർട്ടൻ മാറ്റാത്തത്, എന്താ പ്രശ്നം, എന്താ ആർച്ച് ഡ്യൂക്ക് ചോദിക്കാം. ഐ വാണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ, സെഡ് ടൈൽ. പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു ബി അസംബിൾ ഇൻ ദിസ് റൂം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ അങ്ങനെ എനിക്ക് വേണം. എന്താണെന്നറിയാമോ, ഈ കോർട്ടിയേഴ്സ് എല്ലാവരും ഇവിടെ ഈ ഹാളിൽ ഇപ്പോൾ അസംബിൾ ചെയ്യണം. വെൻ ദേ ആർ ഹിയർ I want to say a few words to them. The Archduke ordered all the courtiers to assemble in the hall. അപ്പം ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്ത് കോർട്ടിയേഴ്സിനെ എല്ലാം അസംബിൾ ചെയ്യിപ്പിച്ചെന്ന് വെച്ചാൽ ഹാളിൽ കൊണ്ടുവന്ന് നിർത്തിച്ച്. ടൈൽ അഡ്രസ് ദം, മൈ ലോഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ പിക്ചർ ഈസ് റെഡി. അപ്പോൾ ടൈൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് അഭിസംബോധന ചെയ്ത് എന്തെന്ന്, മൈ ലോഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരെയും ബഹുമാനപൂർവ്വം ഇതിലേക്ക് ക്ഷണിച്ച്. യു വിൽ നൗ ബി ആബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ്. അപ്പം ആ പിക്ചർ കാണാൻ നിങ്ങൾക്ക് ഇപ്പം കഴിയും. ഇപ്പം എങ്ങനെ, ഞാൻ ആ കർട്ടൻ മാറ്റിയ ഉടനെ നിങ്ങൾക്ക് ആ പിക്ചർ കാണാൻ പറ്റും. ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്, യു ക്യാൻ ആൾ അഡ്മയർ മൈ വർക്ക്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വർക്കിനെ അഡ്മയർ ചെയ്യാം, എൻ്റെ വർക്കിനെ ആസ്വദിക്കാം. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദെയർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ പിക്ചറിനെ കുറിച്ച് എന്തോ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ വലിയൊരു സ്പെഷ്യാലിറ്റി ഈ പിക്ചറിനുണ്ട്. Only those among you who have noble blood in your veins will be able to see this painting. അപ്പം ഈ പെയിൻറ്റിങ് കാണണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നോബിൾ ബ്ലഡ് വേണം. മീൻസ് രാജരക്തമൊന്നും അങ്ങനെയൊക്കെ വരുന്ന മിനിയിലുള്ള നോബിൾസിൻ്റെ ബ്ലഡ് വേണം. All the rest, whatever this their rank or position, will see nothing but a blank wall. അപ്പം ബാക്കിയുള്ളവർ അവരുടെ റാങ്കോ പൊസിഷനോ എന്തോ ആവട്ടെ, പക്ഷേ ബ്ലാങ്ക് വാൾ മാത്രമേ കാണാൻ പറ്റൂ. Now I will draw the curtains. Tile flung the curtains aside. അപ്പം ഇനി ഞാൻ എൻ്റെ കർട്ടൻ മാറ്റാമെന്ന് പറഞ്ഞ് ആ കർട്ടൻ വലിച്ച് മാറ്റും. അടുത്ത പാസ് നമ്പർ 15. The courtiers outdid one another in showing their admiration for the picture. അപ്പം കോർട്ടിയേഴ്സ് എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി ആ പിക്ചർ നോക്കിയാണ്. They praised Tile for his splendid painting. എല്ലാ കോർട്ടിയേഴ്സും ടൈലിനെ പ്രൈസ് ചെയ്ത്, എല്ലാ കോർട്ടിയേഴ്സിനും ടൈലിനെ എന്ത് ചെയ്ത് പുകഴ്ത്തി. ഈ സ്പ്ലെൻഡിഡ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഈ മനോഹരമായ പെയിൻറ്റിങ്ങിനെ നോക്കി അതിൻ്റെ ആർട്ടിസ്റ്റായ ടൈലിനെ പുകഴ്ത്തി. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and assistants. അപ്പോൾ അവരെല്ലാവരും പറയുന്നു വളരെ നാച്ചുറലാണ് എല്ലാവരും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഫ്രണ്ട്സിനെയും അതുപോലുള്ള അസിസ്റ്റൻസ് അതിനെയൊക്കെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, ആ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. All of a sudden Duke's gesture leaped into the air and shouted. പെട്ടെന്ന് തന്നെ ഡ്യൂക്കിൻ്റെ ജസ്റ്റർ എന്ന് വെച്ചാൽ വിദൂഷകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. All of you know that I am a fool and I have no blue blood in my veins. എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു ഫൂളും എൻ്റെ രക്തത്തിൽ ബ്ലൂ ബ്ലഡും ഇല്ലെന്ന്. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. അപ്പം അവിടെ ആരാണ്, ഡ്യൂക്കിൻ്റെ ജസ്റ്റർ അല്ലെങ്കിൽ വിദൂഷകൻ മാത്രമാണ് അവിടെ സത്യം പറയുന്നത്. എല്ലാവരും വിദൂഷകൻ എന്ന് പറയുമ്പോൾ ഫൂളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഇയാൾ മാത്രമാണ് സത്യം പറയുന്നത്, സത്യം പറയാൻ ധൈര്യം കാണിച്ചത്. When fool begins to talk, observe Tile. It's time for wise men to walk. He calmly strode out of the hall and rode away on his donkey. The feathers in his cap danced in the gentle breeze. അപ്പോൾ ടൈല് എന്താ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, ഫൂൾസ് ടോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ
മണ്ടന്മാർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? നടന്നകലണം. അതുകൊണ്ട് ടൈല് നടന്നകന്ന് തൻ്റെ കുതിരപ്പുറത്തേറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈല് പെയിൻറ്റിങ് വരച്ചിട്ടില്ല. എല്ലാവരും ഈ നോബിൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇല്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങ് അഡ്മയർ ചെയ്യും. എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും പരസ്പരം പറയുന്നുണ്ട്. അവസാനം വിദൂഷകൻ മാത്രമാണ് ഒന്ന് സത്യം പറയുന്നത്. അപ്പം അവിടെ നിന്ന് ടൈല് പെയിൻറ്റിങ് വരയ്ക്കാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് കഥ.